It's running. ഇവിടെ ആന ഉണ്ടെന്ന് മാത്രമല്ല തോന്നേ. നമുക്ക് ഈ ഇട്ടാലോ? പയ്യെ വിടാം. സോ ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. ഞങ്ങളുടെ പുതിയൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞങ്ങൾ രാവിലെ വന്നിരിക്കുകയാണ് കേട്ടോ. രാവിലെ എന്ന് വെച്ചാൽ ഞങ്ങളൊരു 5 മണിയായപ്പോൾ ഇറങ്ങിയത് കേട്ടോ. ഇപ്പം സമയം 6:30 ആയിട്ട്. ഞങ്ങൾ സത്യം പറഞ്ഞ് ഇന്ന് വന്നത് മഞ്ഞ് വീഴ്ച കാണാൻ വേണ്ടിയാണ് കേട്ടോ. മഞ്ഞ് ഇവിടെ ഒരു തവണ ഞങ്ങൾ പിന്നെ വീടിൻ്റെ അവിടുന്ന് ഒരു ദിവസം വന്നായിരുന്നു. അപ്പോൾ എന്ന് വെച്ചാൽ നല്ല മഞ്ഞും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് വന്നപ്പോൾ മഞ്ഞൊന്നും കണ്ടില്ല. നല്ല തണുപ്പുണ്ട്, മഞ്ഞ് മാത്രമില്ല. അപ്പോൾ കുറേ ലൊക്കേഷനുണ്ട് ഇവിടെ കാണാം. അപ്പോൾ ഞങ്ങൾ ഇവിടെ ജസ്റ്റ് ഒരു ഡാമുണ്ട് അവിടെ, കൊളമാവ് ഡാം. അപ്പോൾ ഇവിടെ കുറച്ച് വ്യൂസും കുറേ കാര്യങ്ങൾ, മലകൾ, കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ലൊക്കേഷൻ നോക്കി ഇപ്പം ഒന്ന് ഇറങ്ങിയതാണ്. അടിപൊളിയാട്ടോ, ഇവിടെ നല്ല അടിപൊളി പ്രദേശം തന്നെയാണല്ലോ ഇത്. ഈ സ്ഥലത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് നമുക്ക് ഒരു നാട് കാണാൻ പറ്റും. അതാണ് ഈ സ്ഥലത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് അങ്ങോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാലാണ് അതിൻ്റെ ഒരു യഥാർത്ഥ ഫീല് സംഭവമൊക്കെ നമുക്ക് കിട്ടുള്ളൂ. അപ്പം നമുക്ക് അങ്ങോട്ട് പോയിട്ട് ബാക്കിയുള്ള സാധനങ്ങൾ കാണാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ മൊത്തത്തിൽ ഒരു സർപ്രൈസിങ് ഒരു വെറൈറ്റി ഉണ്ട് കേട്ടോ, ഒരു വലിയൊരു വെറൈറ്റി ആട്ടോ. ഞങ്ങൾക്ക് ഭയങ്കര വെറൈറ്റി ആട്ടോ. കാരണം എന്ന് വെച്ചാൽ ഒരു ഡിഫറെന്റ് എക്സ്പീരിയൻസ് ആട്ടോ ഇന്ന് വരുന്നിരിക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ ഇവിടുത്തെ ഒരു വ്യൂവും ഇവിടുത്തെ മലകളും അത് തന്നെയാട്ടോ ഇന്നത്തെ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ. പിന്നെ ഇവിടെ ഒരു വലിയൊരു കാടിൻ്റെ നടുക്കൂടെ കേട്ടോ ഞങ്ങൾ വരുന്ന വഴിയൊക്കെ ഞങ്ങൾ കാണിച്ചു തരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അല്ലേ.
അപ്പോൾ ഞങ്ങൾ ഇവിടെ വന്നു. ഇപ്പോൾ നല്ലൊരു പറ്റിയൊരു സ്ഥലം നോക്കിയിട്ട് ഞങ്ങൾ നല്ലൊരു സ്ഥലം കിട്ടി കേട്ടോ. അപ്പോൾ അവിടെ ഞങ്ങൾ ടെൻറ്റ് അടിച്ചിട്ടോ. അപ്പോൾ ഞങ്ങൾ അതിൻ്റെ ചായയൊക്കെ കഴിച്ചു, ചായയൊക്കെ കുടിക്കാൻ തുടങ്ങാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ബണ്ണൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്, ബണ്ണൊക്കെ പൊട്ടിച്ച് കഴിക്കണം. അതന്നെ വിശപ്പ് മുഖ്യം. വിശപ്പ് മുഖ്യം, അതാണ് മണിക്ക് ഇറങ്ങിയല്ല. ചാടി പൊട്ടിക്കാണല്ലോ. വിശക്കണുണ്ടേ. അന്നേരം മേടിച്ചപ്പോ വേണ്ടായിരുന്നേ, ചോദിച്ചപ്പോ ആർക്കും വേണ്ടായിരുന്നു ബണ്ണ് വേണോ ബണ്ണ് വേണോ. അതെ എനിക്ക് അന്നേരം അറിയായിരുന്നു എല്ലാവർക്കും വിശക്കും. ബണ്ണും ചായ അടിപൊളിയാ, ചായ നല്ല ബണ്ണ, സ്മൂത്ത് ബണ്ണ. അപ്പോൾ ഇത് നമ്മുടെ ചാനലിൽ നമ്മുടെ ബുദ്ധി ആളും കൂടെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ആളുടെ പ്രത്യേകത വെച്ചാൽ നമ്മുടെ നമ്മളെ ചാനൽ, ഈ ചാനൽ നമുക്ക് ക്രിയേറ്റ് ചെയ്ത് തന്നെ നമ്മളെ ചേട്ടാ കേട്ടോ. എന്റെ ചേട്ടനാണ്. കണ്ടാ പറയല്ലേ സ്വന്തം ചേട്ടനാട്ടോ. ചേട്ടനാ ജോജി. ഫുള്ള് പേര് ജോജി എന്നാണ്. ഇത് കണ്ണൻ ചേട്ടനെ അറിയാലോ എല്ലാവർക്കും, ഫുൾ ടൈം വീക്ഷിക്കാത്തുള്ള. അപ്പൊ ചേട്ടനാട്ടോ നമുക്ക് നേരത്തെ പണ്ട് ചാനൽ തുടങ്ങിയതാണ്. ഒരു 5 വർഷം മുന്നേ തുടങ്ങിയ ചാനലാണ് കേട്ടോ. നിങ്ങൾക്ക് ജസ്റ്റ് ആ വീഡിയോ ഒന്ന്, ഞങ്ങളുടെ വീഡിയോന്റെ താഴെ കുറെ വീഡിയോസ് ഉണ്ട്, അതൊക്കെ ചേട്ടൻ ഇരുന്ന് ഇതാണ്. പിന്നെ ഞങ്ങള് ജസ്റ്റ് പിന്നെ ചാനലൊന്ന് നിന്ന് പോയായിരുന്നു. അപ്പൊ പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വന്ന പിന്നെയാണ് കേട്ടോ ഞങ്ങളിപ്പോ കണ്ടിന്യൂ ചെയ്തത്. നമ്മളെ അനിയന്മാർക്ക് വേണ്ടി നമ്മളെ ചാനൽ കൊടുത്തു. ഇപ്പൊ നല്ല സെറ്റപ്പായിരുന്നു. ഇപ്പൊ ഞങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇല്ല, ഇമ്മാനാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതെ പ്രത്യേകം പറഞ്ഞോട്ടോ, അവൻ പെണ്ണ് കിട്ടി കൊച്ചൊക്കെ ആയത് കേട്ടോ. അവന് ബാധ്യത, അവന് സൈഡിലേക്ക് മാറ്റി അങ്ങ് ഇരുത്തേക്കുക. അതിൽ കാര്യമില്ല കേട്ടോ, ഇവനൊക്കെ അസൂയ. വീട്ടിൽ അല്ലാണ്ട് വീട്ടിൽ നിന്ന് വിടാത്തോണ്ടല്ല കേട്ടോ, തിരക്കാണ്, പ്രാരാബ്ധക്കാരനാണ് കേസ്. അപ്പൊ ഇനി ഞങ്ങള് അത്യാവശ്യം വീഡിയോ എടുക്കുമ്പോ പുള്ളിനെയും കൂട്ടും കേട്ടോ. ഇനി പുള്ളി ജോലിത്തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അപ്പൊ പോയതാണ്. പിന്നെ ഗായ്സ്, നമ്മുടെ ചാനല് പ്രത്യേകമായി എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഇതുപോലെ പല പല വീഡിയോസ് നമ്മുടെ ചാനലിൽ വരുന്നതായിരിക്കും, അത് നിങ്ങൾ നോക്കണം. അപ്പൊ നമ്മൾക്ക് മെയിനായിട്ട് പറയാനുള്ള നമ്മള് സർപ്രൈസ് ഉണ്ടെന്ന് പറഞ്ഞില്ല. അപ്പൊ എന്ന് വെച്ചാൽ നമ്മളെ സർപ്രൈസ് ആണ് നമ്മുടെ ടെന്റ്. നമ്മള് ടെന്റിന് വേണ്ടി കുറെ വെയിറ്റ് ചെയ്തായിരുന്നു. അതാണ് കേട്ടോ വീഡിയോ വരാൻ കുറെ താമസം, ലേറ്റ് ആയത് കാരണം അതാണ്. ടെന്റ് വരാൻ കുറെ ടൈം എടുത്തു, അതാണ് മെയിൻ ആയിട്ട് ഞങ്ങൾ വീഡിയോ എടുക്കാണ്ടിരുന്നത്. അപ്പൊ നമ്മള് ഈ ലൊക്കേഷൻ ആദ്യം വന്ന് കണ്ടായിരുന്നു. അപ്പൊ ഞങ്ങളുടെ ഭയങ്കര ആഗ്രഹമായിരുന്നു ടെന്റ് വാങ്ങിയിട്ട് ഇവിടെ വന്ന് അടിക്കണം, ഒരു വീഡിയോ ചെയ്യണമെന്ന്. അതെന്തായാലും ഇപ്പൊ നടന്നട്ടോ. നല്ലൊരു അടിപൊളി. നമ്മളെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ വന്ന് ടെന്റ് അടിക്കുമ്പോൾ ഒരു മഞ്ഞിന്റെ ഈ വ്യൂവിൽ ഒരു മഞ്ഞും കോടയൊക്കെ. മഞ്ഞിന്റെ കാര്യം പറയില്ല, നമ്മളിവിടെ എത്ര തവണ വന്നപ്പോഴെല്ലാം ഇവിടെ മഞ്ഞ് കാരണം ചുറ്റുള്ളൊന്നും കാണാൻ പറ്റില്ലായിരുന്നു. ഇതേ കറക്റ്റ് ഇന്ന് വന്നപ്പോ ഇന്നലെ വെളുപ്പിന് 6:30 ഞങ്ങൾ ഇവിടെ എത്തിയതാ. 6 മണിയായപ്പോ നമ്മൾ ഇവിടെ എത്തിയില്ല. 6 മണിയായപ്പോ ഇവിടെ എത്തി ടെന്റ് ഒക്കെ സെറ്റ് ചെയ്ത് മഞ്ഞുമില്ല, ഒരു മണ്ണാങ്കട്ടയില്ല. കറക്റ്റ് ടെന്റ് ആയിട്ട് വന്നപ്പോ പണിയും കിട്ടി. അതെ, അല്ലാത്തപ്പോ നല്ല മഞ്ഞുള്ള ഏരിയ. അല്ലാതെ ഇവിടെ വണ്ടി ഓടിക്കാൻ പറ്റില്ല, ബൈക്കിൽ വരുമ്പോ റോഡ് കാണാൻ പറ്റാത്ത രീതിയിൽ മഞ്ഞായിരുന്നു. അങ്ങനെ നമ്മള് ഒരു വലിയൊരു മലയൊക്കെ കടന്നിട്ട് ഇവിടെ എത്തിയിരിക്കുകയാണ് കേട്ടോ. നമ്മൾ ടെന്റ് അടിച്ചെന്ന് വെച്ചാൽ ശരിക്കും ആ താഴെ ആയിട്ടാണ് നമ്മൾ ടെന്റ് അടിച്ചത്. അപ്പോൾ ടെന്റ് അവിടെ അടിച്ചിട്ട് നമ്മൾ ഇങ്ങോട്ട് ഇവിടെയുള്ള സ്ഥലങ്ങളെല്ലാം കാണാൻ വേണ്ടി ഞങ്ങൾ നടന്നു വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പം ഞാൻ ആദ്യം ഈ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പേ പറഞ്ഞിരുന്നു ഇവിടെ നമുക്ക് വന്നു കഴിഞ്ഞാൽ ഒരു നാട് തന്നെ നമുക്ക് കാണാൻ പറ്റുമെന്ന്. നമുക്ക് താഴേക്ക് നോക്കിയാൽ കാണുന്നതാണ് കേട്ടോ നാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ഥലങ്ങൾ എന്ന് പറഞ്ഞാൽ മൂലമറ്റം അപ്പുറം കുറേ കെട്ടിടങ്ങളൊക്കെ കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. അവിടെ കാണുന്നതാണ് നമ്മുടെ തൊടുപുഴയൊക്കെ. അപ്പോൾ നമ്മൾ ഇന്നാളെ ഞങ്ങൾ അവിടെ പോയപ്പോൾ അവിടെ ഉണ്ടോ നമ്മുടെ നാടുകാണി വ്യൂ പോയിന്റ് ഒക്കെ. അതെല്ലാവർക്കും അറിയാവുന്നൊരു സ്ഥലമാണെന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് താഴേക്ക് നോക്കിയാൽ കാണാം കേട്ടോ, ഫുള്ളും വനങ്ങളും സംഭവങ്ങളൊക്കെയാണ് കേട്ടോ മൊത്തത്തിൽ കാണാൻ പറ്റുന്ന. അല്ലേ ഏട്ടായി? അതെ, ഇവിടെ നല്ല വനമാണ് മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ ഇടയ്ക്ക് കൃഷിപ്പാടങ്ങളും കാര്യങ്ങളും ഉണ്ട്. പിന്നെ നമ്മൾ നോക്കി കഴിയുവാണെങ്കിൽ ഇപ്പം മഞ്ഞൊക്കെ പോയിട്ട് വെയിൽ പതുക്കെ വരുന്നുണ്ട്. ഇങ്ങനെ വേവ് പോലെയാ കിടക്കുന്ന മൊത്തം, ഇങ്ങനെ മലകള്. അടിപൊളി പ്ലേസ്, വേവ് പോലെ നമുക്ക് ശരിക്കും കാണാൻ പറ്റും. ക്യാമറ എത്രത്തോളം കിട്ടും നമുക്ക് അറിയാൻ പറ്റില്ല, എന്നാലും അടിപൊളിയാണ്. പരമാവധി ആൾക്കാർ വരുവാണെങ്കിൽ ശരിക്കും ആസ്വദിക്കാൻ പറ്റിയ സ്ഥലമാണ്. കാരണം ഞങ്ങൾ ഇവിടെ വെച്ച് കഴിഞ്ഞാൽ ഫുള്ളും കോട ഉണ്ടാവും, മഞ്ഞ് പെയ്യും, അങ്ങനെ ഒരു സെറ്റപ്പാണ് ഞങ്ങൾ വിചാരിച്ചത്. പക്ഷേ ഞങ്ങളിവിടെ വന്നപ്പോ ഒട്ടും മഞ്ഞുണ്ടായില്ല. കാരണം എന്ന് വെച്ചാൽ എന്താണെന്ന് അറിയില്ല, ഇന്നത്തെ കാലാവസ്ഥയുടെ ആണെന്ന് ഞങ്ങൾക്ക് തോന്നണേ. പക്ഷെ അങ്ങോട്ടേക്കൊക്കെ നോക്കിയാൽ കാണാം ചെറിയ രീതിക്കൊക്കെ കോട ഉണ്ട് കേട്ടോ അവിടെ. പക്ഷെ ഇവിടെ നല്ല സ്ഥലമല്ലേ, നല്ല അടിപൊളി സ്ഥലമാണ്. പിന്നെ ഇവിടെ വരുന്നവർ മാക്സിമം സേഫ്റ്റി നോക്കുക. കാരണം വെച്ചാൽ ഇതുപോലത്തെ കല്ലും വലിയ കെട്ടൊക്കെയാണ്. മൊബൈൽ ഫോൺസ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ താഴെ പോയാൽ വലിയ പാടായിരിക്കും നമുക്ക് എടുക്കാം. പിന്നെ പരമാവധി വെളിച്ചമൊക്കെ ഉള്ളപ്പോൾ പരമാവധി ഇങ്ങനെ ഇറങ്ങി വരാനും കാര്യങ്ങളൊക്കെ നോക്കുക. പിന്നെ വന്നു കഴിഞ്ഞാൽ നമുക്കൊരു അടിപൊളി വ്യൂ പോയിന്റ് ആണ്. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ തണുത്തൊരു കാലാവസ്ഥയാണ്, ചെറിയൊരു കാറ്റും. പിന്നെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം നല്ല വനവും കാര്യങ്ങളും. എന്താ പറയണം, ഇവിടെ വന്ന് ആസ്വദിക്കണം, എന്നാലാണ് നമുക്ക് ഇതിന്റെ ആ പക്ക ഒരു അടിപൊളി ഒരു ഇടുക്കി വന്നതിന്റെ ഒരു ഫീൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഭയങ്കര ഇഷ്ടമായിട്ടോ ഇവിടെ നിൽക്കാൻ തന്നെ. നമുക്ക് നമുക്കൊരു ഫ്രഷ്നെസ് കിട്ടുന്ന ഒരു ഫീൽ ആട്ടോ. പിന്നെ ഇതില് നമുക്കൊരു ഒരു കുറവായി പോയെന്ന് പറഞ്ഞാൽ അതൊരു മഞ്ഞാണ്.
അത് മാത്രമേ ഉള്ളൂ ഇതിൽ കുറവ്. വേറെ എന്ന് പറഞ്ഞാൽ വേറെ ഒരു പ്രശ്നവുമില്ല. പിന്നെന്ന് പറഞ്ഞാൽ ഇവിടെ വന്യമൃഗങ്ങൾ എന്ന് പറഞ്ഞ സാധനങ്ങളൊന്നും ഇല്ല. അത് തന്നെ വലിയൊരു സേഫ് ആണ്. അത് തന്നെ വലിയൊരു സേഫ്റ്റി ഉണ്ട്. ഞങ്ങൾ വിചാരിച്ചിരുന്ന ആന അങ്ങനെ നമ്മൾ ആദ്യം പ്ലാൻ ചെയ്തപ്പോൾ നമുക്കൊരു പേടി ഉണ്ടായിരുന്നു ഇവിടെ ആന വരുമോ ഇല്ലയോ എന്ന്. പക്ഷെ നമ്മൾ ചോദിച്ചപ്പോൾ പറഞ്ഞത് ആന അങ്ങനെയുള്ള പ്രശ്നമൊന്നും ഇല്ലെന്നാ പറഞ്ഞത്. അപ്പുറത്തെ കാട്ടിലേക്കുള്ള ആന. ഇവിടെ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും നമ്മൾ ഇതുവരെയായിട്ടും കണ്ടിട്ടില്ല. അപ്പൊ നമ്മളിനി ഇവിടെ എല്ലാം കണ്ടേണ്ട ഇനി മുകളിലേക്ക് ഒരു വലിയൊരു കാടുണ്ട് കേട്ടോ. അതാണ് നമ്മൾ ശരിക്കും കാണാൻ വന്നത്. അപ്പൊ നമുക്ക് അങ്ങോട്ടേക്ക് പോയിട്ട് ബാക്കിയുള്ള കാഴ്ചകൾ കാണാം. ഞാൻ പറഞ്ഞ ആ വലിയൊരു മലയ്ക്ക് കയറി ഞങ്ങൾ വന്നിരിക്കുകയാണ് കേട്ടോ. നമ്മളിത് അതിക്കൂടെയാണ് കേട്ടോ നടന്നു വന്നത്. ഞാൻ നടന്നു വന്ന വഴി മൊത്തത്തിൽ തെറ്റിപ്പോയി. ഞങ്ങൾ ആദ്യം താഴേക്കൊക്കെ പോയി. അത് കഴിഞ്ഞിട്ടാണ് കേട്ടോ ഒരു കാടൊക്കെ ഇടിച്ച് പൊളിച്ച് അതിനകത്ത് അല്ല ഇട കയറി വന്നേ. വലിയ സാഹസികമായിരുന്നു. കാരണം നന്നായിട്ട് ചെറിയത്തുണ്ടല്ലേ കൊണ്ടിട്ട്. അണ്ണ ചേട്ടാ എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ എക്സ്പീരിയൻസ് ഒക്കെ? എന്റെ പിന്നെ ഒന്നും പറയണ, നീ കൊണ്ടുവന്ന വലിയ കുഴിക്കതി അടിക്കില്ലായിരുന്നു ഇപ്പൊ ഞങ്ങളെ. വലിയ കാടാണ്, പോയി 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 വലിയ കാടിന്റെ അകത്ത് കയറ്റിട്ട് വഴി മാറിപ്പോയത്. എന്റെ പൊന്നെ. എനിക്കൊരു കാര്യം പറയാനുണ്ട്. കുറച്ചു മുമ്പത്തെ ഷോട്ട് നമ്മൾ പറഞ്ഞു ഇവിടെ ആനയില്ലെന്ന്. പക്ഷെ ഈ പ്ലേസിൽ ആനയുണ്ട്. ഞങ്ങൾ വന്ന വഴിക്ക് ഫുട് പ്രിന്റ് ആനപ്പെട്ടോ കണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ആനേക്കാളും ഹൈറ്റിനാ പുല്ല് നിൽക്കുന്നത് അവിടെയൊക്കെ. ഇവിടുന്ന് കണ്ടാൽ നമുക്ക് മനസ്സിലാവില്ല. പക്ഷെ നമ്മൾ ഇങ്ങനെ നടന്നു വരുമ്പോൾ നല്ല ഹൈറ്റാണ്. നമ്മുടെ ഇതിനേക്കാളും മേളിലുണ്ട്. അപ്പം ശ്രദ്ധിക്കുക, ആന ഇവിടെ ഉണ്ട്. ഒരു മെയിൻ വിഷയം എന്താണെന്ന് വെച്ചാൽ ആന നമുക്ക് കാണത്തില്ല. ആന ഏതാ കുന്ന് ഏതാ നമുക്ക് അറിയാൻ പറ്റില്ല. അത് വളരെ മെയിൻ വിഷയം ഇവിടത്തെ. പക്ഷെ ഇവിടുത്തെ വ്യൂ എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാട്ടോ. ഇവിടെ നല്ല രസമാണ്. കാരണം എന്ന് വെച്ചാൽ നോക്കിയാൽ മലകളാണ് ഫുള്ളും. പിന്നെ ഇവിടെ നോക്കിയാൽ ചെറുതായിട്ട് സണ്ണൊക്കെ അടിക്കുന്നത് നന്നായിട്ട്. സോ ഗൈസ്, അങ്ങനെ ഞങ്ങൾ ഇവിടെ ഫുള്ളും കറങ്ങി കണ്ടിട്ട് നിങ്ങളെ വീഡിയോ കാണുമ്പോൾ അറിയാം കേട്ടോ സ്ഥലങ്ങളെല്ലാം. അപ്പോൾ ഞങ്ങളെല്ലാം കറങ്ങി കണ്ടിട്ട് താഴെ വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ വന്നപ്പോൾ ഞങ്ങൾക്ക് ഉണ്ടായ ഒരു എക്സ്പീരിയൻസ് ഞങ്ങൾ പറയാം കേട്ടോ. എക്സ്പീരിയൻസ് പറഞ്ഞാൽ ട്രാവലിംഗ് ഈസ് ഓൾ അബൌട്ട് ഹാപ്പിനെസ് ആൻഡ് പീസ് കേട്ടോ. ഓരോ യാത്രകളും എപ്പോഴും സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ആണ് കേട്ടോ. അത് ഞങ്ങളുടെ മുഖത്ത് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും കേട്ടോ. ഞങ്ങൾക്ക് ഇവിടെ വന്നപ്പോൾ ഉണ്ടായ സന്തോഷം എന്ന് വെച്ചാൽ വേറെ ഒന്നും ഇല്ല കേട്ടോ, പറയാനില്ല കേട്ടോ. ഇപ്പോൾ നമുക്ക് കോവിഡ് കൊറോണ ടൈമൊക്കെയാണ് കേട്ടോ. അപ്പം ആർക്കും തന്നെ ട്രാവൽ ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. എന്ന് വെച്ചാലും കുറേ പേരൊക്കെ മാക്സിമം ട്രാവൽ ചെയ്യുന്നുണ്ട് കേട്ടോ. അതൊക്കെ അവരുടെ പാഷൻ, അവരുടെ ഹോബി ആയിരിക്കും. എല്ലാവർക്കും ആഗ്രഹങ്ങളുണ്ടാകും അങ്ങോട്ട് യാത്ര ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ. അപ്പം നിങ്ങൾ പറ്റുന്ന അത്രയും നിങ്ങൾക്ക് ഓരോ യാത്ര നിങ്ങൾ മിസ് ചെയ്യരുന്ന കേട്ടോ ഞാൻ പറയുള്ളൂ. കാരണം നിങ്ങൾക്ക് പറ്റുന്നത്ര ടൈം നിങ്ങൾ യാത്ര ചെയ്യുക. കാരണം എന്ന് വെച്ചാൽ ഓരോ കൾച്ചർ, ഓരോ ഫ്രണ്ട്സ്, ഒരുപാട് സൗഹൃദങ്ങൾ നിങ്ങൾക്ക് കിട്ടും. അതെല്ലാം നിങ്ങൾ മാക്സിമം എക്സ്പീരിയൻസ് ചെയ്യുക. അതെല്ലാം നിങ്ങൾ മാക്സിമം അറിയാൻ ശ്രമിക്കുക. കാരണം എന്ന് വെച്ചാൽ നമുക്ക് ഒറ്റ ലൈഫുള്ളൂ. കാരണം നമുക്ക് നമ്മുടെ ലൈഫിൽ എൻജോയ് ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ എൻജോയ് ചെയ്യുക. അതായിരിക്കും നമ്മുടെ ജീവിതത്തിന് നമ്മൾ ജീവിച്ച് കഴിയുമ്പോൾ ഒരു അർത്ഥം ഉണ്ടാകണം. അതായിരിക്കും എല്ലാം നിങ്ങൾക്ക്. കാരണം ഓരോ യാത്ര പോകുമ്പോഴും നിങ്ങൾക്ക് ഒരു സൺറൈസോ ഒരു സൺസെറ്റോ മതിയായിരിക്കും നിങ്ങൾക്ക് നിങ്ങളുടെ അന്നത്തെ ദിവസവും. ലൈക്ക് ആ ഒരു യാത്രയുടെ അർത്ഥം തന്നെ നമുക്ക് ആ സൺസെറ്റിലോ സൺറൈസിലോ എല്ലാം നമുക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പം നമുക്ക് ഈ സ്ഥലത്തുണ്ടായ ഞങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് ഞങ്ങൾ പങ്കുവെച്ചതേ ഉള്ളൂ. അപ്പം നിങ്ങൾക്കൊക്കെ എങ്ങനെയുണ്ട് ചേട്ടാ? മഞ്ഞില്ലാണ്ട് പോയി, അത് മാത്രമാണ് ഒരു ചെറിയൊരു ഞങ്ങളൊരു വലിയ പോരായ്മ. ഞങ്ങൾ നല്ലൊരു മഞ്ഞ് അങ്ങനത്തെ ഒരു ഫീലൊക്കെ അനുസരിച്ചാണ് കേട്ടോ വന്നിരുന്നത്. കാരണം എന്ന് വെച്ചാൽ മഞ്ഞ് സാധനങ്ങളൊന്നും ഞങ്ങൾക്ക് കിട്ടിയില്ല. അപ്പോൾ ഇനി ഞങ്ങൾ വരുമ്പോൾ ഒരു തവണ മഞ്ഞുള്ളപ്പോൾ ഇറങ്ങും. പിന്നെ കുഴപ്പമില്ല, നമുക്ക് നല്ല വ്യൂ കിട്ടിയിട്ടുണ്ട്. നല്ല ഏരിയയിലായിട്ടുള്ള നല്ല വ്യൂ കിട്ടിയിട്ടുണ്ട് തീർച്ചയായിട്ടും. അപ്പം പിന്നെ നമുക്ക് വീഡിയോ ഇത്ര തന്നെ ഉള്ളൂ. അപ്പോൾ ഇനി അടുത്ത വീഡിയോ നമ്മൾ ഉടനടി ഇനി ലാഗില്ലാണ്ട് ഇടുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ഇവിടെ വൈൻഡിഫ് ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് ഞങ്ങളുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ ഗൈസ്. അപ്പോൾ നമുക്ക് അടുത്തൊരു പുതിയൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാം. ബൈ.
അല്ല മഞ്ഞില്ലാത്തവരാണെങ്കിൽ നന്നായിട്ട് ആന വന്നാൽ നമുക്ക് ഓടാം. പക്ഷെ മഞ്ഞില്ലെങ്കിൽ നമുക്ക് നല്ല വ്യൂ കിട്ടി. മഞ്ഞില്ലാത്ത നല്ല ജോജി എല്ലാം ചേർത്തൂടാ. ഇല്ല ഞങ്ങൾക്ക് കഴിക്കണം. കാണാണ്